ഇപ്പൊ അൽഹംദുലില്ലാ നമ്മളെല്ലാവരും ബേസിക് തജ്വീദ് കോഴ്സ്, ബേസിക് ഖായിദ നൂറാനി കോഴ്സ് കംപ്ലീറ്റ് ആക്കി. ഹുറൂഫുൽ ഹിജായിയ, ഹുറൂഫ് മുത്തഹരിക്ക, അതായത് ഫത്ഹ കസ്റ ദമ്മനെ കുറിച്ചിട്ടാണ്. ഹുറൂഫ് മുനവ്വന, അതായത് തൻവീനെ കുറിച്ചിട്ടാണ്. 3 തൻവീൻ, ഫത്ഹത്തൈൻ, കസ്റത്തൈൻ, ദമ്മത്തൈൻ. സുക്കൂനെ കുറിച്ച് പഠിച്ചു, ഷദ്ദയെ കുറിച്ച് പഠിച്ചു. പിന്നീട് നമ്മൾ പഠിച്ചത് അലിഫ് സഗീറ, വാവ് സഗീറ, യാ സഗീറ, ഹുറൂഫുൽ മദ്, അതായത് ഹുറൂഫുൽ മദ് എന്താണ്? 3 അലിഫ് മദ്, വാവ് മദ്, യാ മദ്. പിന്നെ ഹുറൂഫുൽ ലീൻ, അലിഫ് വാവ് ആൻഡ് യാ സാക്കിൻ ബിഫോർ ദർ ഇസ് എ ഫത്ഹ. അപ്പൊ ഈ 16 കണക്ടേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഓക്കെ, അതെല്ലാവരും ക്ലിയർ ആയല്ലോ? സോ ഈ വീക്ക് എല്ലാവരും നോട്ട്സ് കംപ്ലീറ്റ് ആക്കണം. നോട്ട്സ് കംപ്ലീറ്റ് സെൻഡ് ആക്കിയിട്ട് ഒരു PDF-ന്റെ രൂപത്തിൽ അയക്കാം. നോട്ട്സ് സബ്മിറ്റ് ചെയ്ത ആൾക്കാർക്ക് എക്സാമിന് എക്സ്ട്രാ 5 മാർക്സ് ഉണ്ടാവും. ബിഫോർ ദ എക്സാം യു ഹാവ് ടു കംപ്ലീറ്റ് ദ നോട്ട്സ്. നെക്സ്റ്റ് വീക്കാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. ഓക്കെ, ഈ വീക്ക് അല്ല, നെക്സ്റ്റ് വീക്ക്. ഈ വീക്ക് എല്ലാവരും ചെയ്യാനായി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സോ ഈ വീക്ക് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ടീച്ചർ പറയും, ഒരു ഡേറ്റ് തരും എല്ലാവർക്കും. ആ ഡേറ്റിൽ നിങ്ങൾ ഞാനും മാത്രമായിട്ട് എക്സാം നടത്തും ഇൻഷാല്ലാ. ഓക്കെ, സോ സീ ലുക്ക് അറ്റ് ദ എവരിവൺ മ്യൂട്ട് യുവർ മൈക്ക്. എല്ലാവരും മ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ നോക്കൂ മക്കളെ, ഇതാണ് നമ്മളെ പാർട്ട് 2 തജ്വീദ്. ഈ ബുക്ക് ടീച്ചർ സ്വന്തമായിട്ട് എഴുതിയിട്ട് ടൈപ്പ് ചെയ്ത ബുക്കാണ് കേട്ടോ. ഓക്കെ, ടീച്ചർ പഠിച്ച റൂൾസും എല്ലാം കൂടിയിട്ടും ടീച്ചർ ഒറ്റ ബുക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ബേസിക് ലെസൺസ് ഓൾറെഡി കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ബേസിക് ലെസൺസ് ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ്. 22 വരെ നമ്പർ കാണുന്നുണ്ടല്ലോ. സി, ഫ്രം 9 to 22. അപ്പൊ അത് ഓരോ നിയമങ്ങൾ ഇതെല്ലാം നമ്മൾ പഠിക്കണം. എവറിത്തിങ് വി ഹാവ് ടു ലേൺ ഇൻ ദിസ് കോഴ്സ്. ഇതും കൂടി കംപ്ലീറ്റ് ആക്കിയതിനു ശേഷമാണ് നമ്മൾ ബക്കറന്റെ തിലാവ സ്റ്റാർട്ട് ചെയ്യുക. Okay, so before Ramadan, we should be able to finish the Tajweed rules. Why? Because Ramadan നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഓതണം. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഇതിനെല്ലാം ഹോംവർക്ക് എല്ലാം ഉണ്ടാവും കേട്ടോ. ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്കാണ് നല്ല അടിപൊളിയായിട്ട് തജ്വീദിന്റെ റൂൾസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഇന്നലെ ഐ ഹാഡ് ഡിസ്കസ്ഡ് അബൌട്ട് ഹൗ ദ ഖുർആൻ നമ്മുടെ എങ്ങനെ എത്തിയത്, ഏതൊക്കെ സഹാബാക്കളായിരുന്നു അതിനു വേണ്ടി പരിശ്രമിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കാനും എഴുതാനും അറിയുന്നുണ്ടായിട്ടില്ല, പക്ഷെ ജിബ്രീൽ അലൈഹി ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഹാബാക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു. സ്വഹാബാക്കളാണ് ഓരോ ഇതിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഓരോ സുഹൂഫ് അതിന് പറയാം. നമ്മൾ കല്ലുകൾ, അങ്ങനെ വലിയ വലിയ സ്കാപ്പുല, ബോൺസ്, അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ലെതർ, സ്കിന്ന്, അങ്ങനെയുള്ള ഫ്രാഗ്മെന്റ്സിൽ എഴുതി വെച്ചത് സഹാബാക്കളായിരുന്നു. ദെൻ ലേറ്റർ ഓൺ അറബിക്ക് കുറച്ചും കൂടി ഡെവലപ്പ് ആയിട്ടാണ് അറബിക് ലാംഗ്വേജിന്റെ ലെറ്റേഴ്സ് എല്ലാം, ഷേപ്സ് എല്ലാം കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ്. ഓക്കെ, പിന്നീട് ഹംസ വന്നു. ഹംസ ആ ടൈമിൽ ലെറ്റർ ആയിരുന്നില്ല. ഇറ്റ് വാസ് ലേറ്റർ ഓൺ ഇറ്റ് വാസ് കമ്മിങ്. ഓക്കെ, സോ ബിഫോർ വി സ്റ്റാർട്ട് ദ ആ റെവലേഷൻ ഓഫ് ദ ഖുർആൻ നമ്മൾ പഠിച്ചു അല്ലെ. 40-ാം വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത്, ഹിറാ ഗുഹയിൽ നിന്നാണ് വന്നത്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ഖുർആൻ, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന കോഴ്സാണ് ഇത്. സോ നമുക്ക് ബിഫോർ വി നോ ദ തജ്വീദ് റൂൾസ്, ഓരോരോ നിയമങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഖുർആൻ എന്ന് അറിയണ്ടേ അല്ലെ. വെറുതെ ഖുർആൻ ഒരു ബുക്കാണ്, ഖുർആൻ അതാണ് ഇതാണ് അങ്ങനെ പറയണ്ട. ഖുർആൻ അള്ളാഹു ഇറക്കിയ ബുക്കാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് സംശയം ഉണ്ടാവും. അപ്പോ സ്കോളേഴ്സ് എന്താ ചെയ്തിട്ടുള്ളത്? they have found a very good definition for Quran. മനസ്സിലായോ? ഖുർആനിന് ഒരു നല്ലൊരു ഡെഫിനിഷൻ ഉണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ ഖുർആൻ. അപ്പൊ ഇത് നോക്ക്, ഇതിന്റെ ആവശ്യമുള്ള നോട്ട്സ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. നോ നീഡ് ടു വറി. ഓക്കെ, ആവശ്യമുള്ളത് ടീച്ചർ സെൻഡ് ചെയ്യും. ദ ഖുർആൻ മീൻസ് റീഡിംഗ് ഓർ റെസിറ്റേഷൻ, വായിക്കുക അല്ലെങ്കിൽ വായിക്കപ്പെടുന്നത് അല്ലെ. വി ഓൾ നോ ഖുർആൻ. യെസ്, നമ്മളിപ്പോ നോട്ട്സ് നോട്ട് ചെയ്യണം. വേണ്ട ഇപ്പൊ എഴുതണ്ട. ഓക്കെ, ടീച്ചർ ഗ്രൂപ്പിലേക്ക് അയക്കുമ്പോ അത് ആ ടൈം ആകുമ്പോ, ഈ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ലീവ് അല്ലേ, എല്ലാവരും ഗ്രൂപ്പിലുള്ള ബക്കറ ക്ലാസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിലെല്ലാം ഒന്ന് നോക്കണേ. അതിൽ നോട്ട്സ് ടീച്ചർ ഇന്നലെ അയച്ചിട്ടുണ്ട്, മിഞ്ഞാന്ന്. അത് ഫുള്ള് കംപ്ലീറ്റ് ആക്കാം. നോട്ട്സ് ഹോംവർക്ക് ഗ്രൂപ്പിലല്ലേ അയക്കേണ്ടത്? നോട്ട്സ് നിങ്ങളത് എഴുതിയിട്ട് PDF ആക്കിയിട്ട് ഗ്രൂപ്പിലേക്ക് അയക്കാം. അല്ലെങ്കിൽ ഫോട്ടോ കുറെ അയക്കുമ്പോ അത് ഡിഫിക്കൽട്ടി ആയിരിക്കും.
ഓക്കെ, പിന്നെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ടീച്ചർ പറയൂ പേഴ്സണലി. ഓക്കെ, സോ എക്സാം വിൽ ബി നെക്സ്റ്റ് വീക്ക്. ഏത് എക്സാം? ബേസിക് കോഴ്സിന്റെ. നമ്മൾ അലിഫ് ബാത്ത് എല്ലാം പഠിച്ചിട്ടില്ലേ? ലെറ്റേഴ്സ്, തൻവീന്, അലിഫ് സഗീറ, വാവ് സഗീറ, യാ സഗീറ, ഹറക്ക, ഇതെല്ലാം അടുത്ത വീക്ക് എക്സാം ഉണ്ടാവും. അപ്പൊ ഡേറ്റ് ഞാൻ പറയാം. ഓക്കെ, ഡോണ്ട് വറി. Now, what is the Quran? Quran means reading or recitation. ഫസ്റ്റ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടില്ല അവരുടെ മുമ്പിൽ, നബിയുടെ മുന്നിൽ. ആ ടൈം എന്താ പറഞ്ഞത്? ഇഖ്റ അല്ലെ? ഫസ്റ്റ് എന്താണ്? ഇഖ്റ മീൻസ് റീഡ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്. റീഡ് ഇൻ ദ നെയിം ഓഫ് യുവർ ലോർഡ് ഹു ക്രിയേറ്റഡ് യു. നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിന്റെ മുന്നിൽ വായിക്കുക എന്നാ പറയുന്നത്. ഇഖ്റ ബിസ്മി, ഇൻ ദ നെയിം, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി, യുവർ ലോർഡ് ഹു ക്രിയേറ്റഡ് യു. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പോ അതിന്റെ മെയിൻ ആ വേർഡ് തന്നെ എന്താണ്? റീഡ് എന്നാണ്. നമ്മൾ റീഡ് ചെയ്തിട്ട് നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഒരു കഥ വായിക്കും. ജസ്റ്റ് ഒരു ടീച്ചർ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഹാരി പോട്ടർ അല്ലെങ്കിൽ നമ്മൾ സിൻഡ്രേല, ഇങ്ങനെയുള്ള സ്റ്റോറീസ്, ഫാന്റസി സ്റ്റോറീസിലെ വായിക്കുമ്പോൾ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് വരുന്നുണ്ട്. ബിക്കോസ് നമുക്ക് അതിന്റെ മീനിങ് അറിയാം. ഓക്കെ, മീനിങ് അറിയാം. ബട്ട് ഇഫ് യു ഡോണ്ട് നോ ദ മീനിങ് ആൻഡ് സിംപ്ലി യു ആർ റീഡിങ്, അതിൽ എന്താണ് ശരിക്കും ഒരു എഫക്റ്റ് ഇല്ല അല്ലെ? ദർ ഇസ് നോ എഫക്ട്. അത് നമ്മുടെ ഹാർട്ടിന് ടച്ച് ആവണമെങ്കിൽ നമുക്ക് അതിന്റെ മീനിങ് അറിയണം. പക്ഷെ ഖുർആൻ എന്നത് നിങ്ങൾക്ക് മീനിങ് അറിയുന്നില്ലെങ്കിലും കൂലി കിട്ടുന്ന കാര്യമാണ്. മനസ്സിലായ? ഇവൻ ഇഫ് യു ഡോണ്ട് നോ ദ മീനിങ് നമുക്ക് കൂലി കിട്ടും. പക്ഷെ മറ്റുള്ള ബുക്സ് വായിക്കുമ്പോൾ കൂലി കിട്ടുന്നുണ്ടാ? ഇല്ല, ഒരു കൂലിയും കിട്ടുന്നില്ല. അപ്പോ അതാ ടീച്ചർ പറയുന്നത്. നിങ്ങൾ ഖുർആന് അറിയുന്നില്ല, അതായത് മീനിങ് അറിയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഓതാണ്ടിരിക്കണ്ട. പിന്നെ അതിൽ ഓതുമ്പോൾ എപ്പോഴും നല്ലതാണ്, നിങ്ങൾക്ക് കൂലി കിട്ടും. ഒരു അക്ഷരത്തിന്, ഒരു ലെറ്ററിന് 10 റിവാർഡ്സ് ആണ്. ഓക്കെ, 10 റിവാർഡ്സ്. നൗ സി വാട്ട് ഇസ് ദ ഡെഫിനിഷൻ. എന്താണ് ഖുർആൻ? 6 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, 6 പോയിന്റ്സ് ആണ് ഈ ഖുർആന്റെ ഡെഫിനേഷൻ ഉള്ളത്. ഇറ്റ് ഈസ് ദ അറബിക് സ്പീച്ച് ഓഫ് അള്ളാഹ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? അറബിക് സ്പീച്ച് ആണ്, വേറൊരു ലാംഗ്വേജും അല്ല. ഇറ്റ് ഈസ് അറബിക് സ്പീച്ച് ഓഫ് അള്ളാഹ്. അള്ളാഹു സംസാരിച്ചതാണ്. അള്ളാഹു ആണ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കുന്നത്. അതായത് നിസ്കരിക്കുക, ഓതുക, അള്ളാഹു ഒന്നാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇതൊന്നും നബി എഴുതി വെച്ചതൊന്നുമല്ല, അല്ലെങ്കിൽ നബി സംസാരിച്ചതല്ല. വേറെ ഏഞ്ചൽസും അല്ല, വേറെ നബിമാരും അല്ല, ആരുമല്ല. ഇറ്റ് വാസ് സ്പോക്കൺ ബൈ അള്ളാഹ്. സോ അതാണ് പകർത്തിയിട്ടുള്ളത് സഹാബാക്കള്. സോ ഇറ്റ് ഈസ് ദ അറബിക് സ്പീച്ച് ഓഫ് അള്ളാഹ്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ആണ് റിവീൽഡ് അപ്പോൺ ഹിസ് പ്രോഫിറ്റ്. ഏത് പ്രോഫിറ്റ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ അറബിക് കലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ് ഇറക്കി കൊടുത്തിട്ടുള്ളത്. മിറാക്കുലസ് ഇൻ ഇറ്റ്സ് വേർഡ്സ്. മിറാക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും ഭയങ്കര അതിശയകരമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയുന്നില്ലേ? അതേപോലെ മിറാക്കുലസ് ഇൻ ഇറ്റ്സ് വേർഡ്സ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് അങ്ങനെ അറിയില്ല അറബിക് ലാംഗ്വേജ് ഒന്നും. ബട്ട് ഇഫ് യു സീ, ശ്രദ്ധിച്ച് നമ്മൾ ഓരോ സൂറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാത്ത, നോട്ടീസ് ചെയ്യാത്ത കാര്യങ്ങൾ സ്കോളേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. മനസ്സിലായ? ഫോർ എക്സാമ്പിൾ, ചില വേർഡ്സ്, ഓക്കെ, ഇബ്രാഹിം എന്ന് പറഞ്ഞ വേർഡാന്ന് വിചാരിച്ചോ, അത് 2 ടൈപ്പ് ഉണ്ട്. ഇബ്രാഹിം ഇങ്ങനെയും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് വേർഡ് ഇൻ ദ ഖുർആൻ. ആൻഡ് ഓൾസോ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് യാ സഗീറ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഐ തിങ്ക്. ഓക്കെ, ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് റിട്ടൺ. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 ടൈപ്പ് ചെയ്തിട്ടുള്ളത്? ഇബ്രാഹിം സെയിം വേർഡ് അല്ലേ? ഇബ്രാഹിം നബിയുടെ പേര് എന്തുകൊണ്ട് 2 പ്രാവശ്യം കൊടുത്തത്? അത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സയൻസ് ആണ്. അത് നമ്മൾ പഠിക്കുന്നത്. അതിന് പറയല് റസ്മുൽ മുസ്ഹാഫ്. റസ്മുൽ മുസ്ഹാഫ് അതായത് ഖുർആൻ എഴുതപ്പെട്ട സയൻസ്, ദ വേ ഇറ്റ് വാസ് ഡിറൈവ്ഡ്. സോ വി ഡോണ്ട് ഹാവ് ടു ലേൺ അബൌട്ട് ഇറ്റ്. ഓക്കെ, ടീച്ചർ അതിനെല്ലാം സ്പെഷ്യലൈസ് ചെയ്ത് അതിന്റെ ഡിഫറെന്റ് കോഴ്സ് ആണ്. സോ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞാൽ മതി. മിറാക്കിൾ എന്ന് പറഞ്ഞത് ഇറ്റ് ഇസ് മീനിങ്സിലും അതിശയമുണ്ട്. കുറെ കാര്യങ്ങൾ ഒറ്റ ആയത്തിൽ അള്ളാഹു മെൻഷൻ ചെയ്യും. അതിന്റെ വേർഡിങ്സിൽ ഡിഫറൻസ് ഉണ്ട് എഴുതിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടില്ല, ചില ഒരു സൂറത്തിൽ ഇബ്രാഹിം ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള സൂറത്തിൽ അങ്ങനെയല്ല. അപ്പൊ അതിന് എന്തോ ഒരു വിസ്ഡം ഉണ്ട്, ഒരു ദൃഷ്ടാന്തം എന്ന് പറയും. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ മിറാക്കുലസ് ഇൻ ഇറ്റ്സ് വേർഡ്സ്. അത് തേർഡ് പോയിന്റ് ആണ്. ഓക്കെ, സോ വിച്ച് ആർ ദ 3 പോയിന്റ്സ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ Arabic speech of Allah. Second one, it is revealed to Prophet Muhammad sallallahu alaihi wasallam. Third point,
മിറാക്കുലസ് ഇൻ ഇറ്റ്സ് വേർഡ്സ്. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ഉണ്ടാവും വാട്ട് ഇസ് ഖുർആൻ. അപ്പൊ നിങ്ങൾ ഈ 6 പോയിന്റ് മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും. ഇപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. എന്താ മിറാക്കുലസ് എന്ന് പറഞ്ഞാല് അതിശയം, മിറാക്കിള്. നമ്മളിപ്പോ ഭയങ്കര അതിശയാവൂല. നമുക്കിപ്പോ സ്കൈ നോക്കുമ്പോ നമുക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര രസമല്ലേ സ്കൈ കാണാന്. ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ദ ക്ലൗഡ്സ് ആർ മൂവിങ്. അത് ശരിക്കും ഒരു മിറാക്കിൾ അല്ല, അള്ളാന്റെ അത് അള്ളാഹുവിന്റെ ഒരു കഴിവാണ്. അപ്പൊ വി ഫീൽ സോ അമേസ്ഡ് ബൈ ഇറ്റ്. അമേസിങ്, ബ്യൂട്ടിഫുൾ എന്നല്ല നമ്മൾ പറയൂലേ, അതും ഒരു മിറാക്കിളാണ്. വെള്ളത്തിന്റെ അടിയിൽ നമ്മൾ പറയുന്നത് there are lots of treasures, gems ഉണ്ട്. അറിയാം, വെള്ളത്തിന്റെ അടിയിലെ സുലൈമാൻ നബി, കടലിന്റെ അടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ കൊട്ടാരം എന്ന് പറയുന്നില്ല സുലൈമാൻ നബിയുടെ. യെസ്, ദ പ്രോഫറ്റ് സുലൈമാൻ, അവരുടെ കൊട്ടാരം. ഹി വാസ് ദ സുലൈമാൻ നബിയുടെ പ്രത്യേകത എന്തായിരുന്നു? യു നോ വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് സുലൈമാൻ, പ്രോഫറ്റ് സുലൈമാൻ? കൺട്രോൾ ചെയ്യാൻ പറ്റും, കാറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, പിന്നെ ജിന്നുകളെ കൺട്രോൾ ചെയ്യും, പിന്നെ ആനിമൽസിനോട് സംസാരിക്കും. അമാനു ഓക്കെ. സോ ആനിമൽസിനോട് സംസാരിക്കുന്ന, ആനിമൽസിന്റെ തോട്ട്സും സംസാരം മനസ്സിലാക്കാൻ അള്ളാഹു കഴിവ് കൊടുത്തു. ഓരോ നബിമാർക്കും ഓരോ കഴിവുണ്ട്. ഓക്കെ, ഹൂ ഗോട്ട് ദ മിറാക്കിൾ ഓഫ് സ്പ്ലിറ്റിംഗ് ദ മൂൺ? മൂണിനെ 2 കഷ്ണാക്കാൻ കഴിവുള്ള നബി ആരാണ്? ഹാവ് യു ഹേർഡ് അബൌട്ട് ഇറ്റ്? ആരാണ് അങ്ങനെ ചെയ്തത്? പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു. അള്ളാഹു ആണ്. പക്ഷെ ആ കഴിവ് അള്ളാഹു കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളില്ലേ ഇന്ന് തന്നെ ഗൂഗിളിൽ പോയിട്ട് സ്പ്ലിറ്റിംഗ് ഓഫ് ദ മൂൺ നോക്ക്. അവിടെ ശരിക്കും സ്പ്ലിറ്റ് ആയ മൂണ് 2 കഷ്ണം, അതായത് ഒരു സ്പ്ലിറ്റ് നിങ്ങൾക്ക്, ഇതിപ്പോ മൂണാന്ന് വിചാരിച്ചോ. ഓക്കെ, ജസ്റ്റ് എ മൂൺ, ടീച്ചർ ജസ്റ്റ് വരക്കുന്നതാണ്. ഈ മൂണാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈന് കാണാൻ പറ്റും. there was a splitting of the moon. അത് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്. സയന്റിസ്റ്റ് എല്ലാം കുറച്ച് കഴിഞ്ഞില്ലേ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ദാറ്റ് സ്പ്ലിറ്റിംഗ് ഈസ് ഡൺ ബൈ പ്രോഫറ്റ് മുഹമ്മദ്. അത് അള്ളാഹു കൊടുത്ത ഒരു കഴിവാണ്, അള്ളാഹു കൊടുത്തതാണ്. മനസ്സിലായ? പിന്നെ ലാസ്റ്റ് ഡേ, അതായത് അങ്ങനെ ഓരോ നബിമാർക്കും ഓരോരോ കഴിവുണ്ട്. ഓക്കെ, മൂസാ നബിന്റെ വടിന്റെ കാര്യം അറിയില്ലേ നിങ്ങൾക്ക്? അതെ, പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ വടി കൊണ്ടാണ് റെഡ് സീ എന്ന് പറഞ്ഞിട്ടില്ലേ, ഫിറഔന് എല്ലാരും കൂടിയിട്ടും ഇവരെ ബാക്കിലേ പോയിന് കൊല്ലാൻ വേണ്ടിട്ട് അല്ലെ? ആ സ്റ്റോറി നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, പക്ഷെ മൂസാ നബിയുടെ സ്റ്റോറി അങ്ങനെയാണ്. അപ്പൊ റെഡ് സീ ഉണ്ടായിന്, ചുവന്ന കടല്. അതിന് നേരെ അവർക്ക് രക്ഷപ്പെടാൻ സ്ഥലമില്ലാത്തോണ്ട് അള്ളാഹു പറയും ആ വടി കൊണ്ട് സീന്റെ ആ ഭാഗത്ത് അടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇങ്ങനെ when he did that, റെഡ് സീ ഇങ്ങനെ സ്പ്ലിറ്റ് ആവും, 2 പാർട്ടായിട്ട് ഡിവൈഡ് ആവും. എന്നിട്ട് ഒരു ടണ്ണല് പോലെ, യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ. ഇപ്പൊ സീയാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ ഫുള്ളും വെള്ളാണ്. അപ്പൊ ഇവിടെയും മൂസാ നബിയും എല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ ബാക്കിൽ നിന്ന് ആരാ വരുന്നത്? ഹൂസ് ദ വില്ലൻ ഓവർ ഹിയർ? ഇവരെല്ലാരും കൂടിയിട്ട് നബിയെ അവരെല്ലാം കൊല്ലാൻ വേണ്ടിട്ട് പോയ സമയത്ത് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, കടലാന്ന്. അപ്പൊ അള്ളാഹുവിന്റെ മെസ്സേജ് വരും, ആ വടി എടുത്തിട്ട് നടുവില് അടിക്കുന്നു ആ പ്ലേസിൽ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ വലിയൊരു ടണ്ണല് ഫോം ചെയ്യും. എന്നിട്ട് അവരെല്ലാരും ഈ വേലൂടെ എസ്കേപ്പ് ചെയ്യും. അങ്ങനെ അവരെല്ലാരും രക്ഷപ്പെട്ടതിന് ശേഷം ഇവരെന്താക്കും, ഫിറഔന് തിരിച്ച് അതിലേക്ക് പോവാൻ ശ്രമിക്കുമ്പോൾ what will happen? What happened? ആ വെള്ളം ഫുള്ളും ഒന്നിച്ച്, ആ സ്പ്ലിറ്റ് ആയ വെള്ളം ഒന്നാവും. ഒന്നിച്ച് 2 കൂട്ടിമുട്ടുമ്പോഴാണ്, അങ്ങനെയാണ് ഫിറഔന് മരിക്കുന്നത്. മനസ്സിലായ? ഫിറഔൻ ആ സമയത്ത് പറയും, ലൈക്ക് ഇൻ ഹിസ് മൈൻഡ്, ഞാൻ അള്ളാനെ വിശ്വസിക്കുന്നത്. മനസ്സിലായ? ലൈക്ക് ആ ഒരു ചിന്ത വന്നെന്ന് ചില ബുക്സിൽ പറയുന്നുണ്ട്. പക്ഷെ ജിബ്രീൽ അലൈഹിസ്സലാം എന്താ ചെയ്തെന്നറിയോ? അത് പറയാണ്ടിരിക്കാൻ, ലൈക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാസ്റ്റ് മൊമെന്റ് വരെ പറയാണ്ടിരിക്കാൻ വേണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മണ്ണില്ലേ, മണ്ണെടുത്തിട്ട് ഫിറഔന്റെ വായിൽ കുത്തി നിറക്കുന്ന പറയും. പറയാൻ കഴിയില്ലല്ലോ, ബിക്കോസ് അള്ളാഹ് ഇസ് സോ മേഴ്സിഫുൾ. ടീച്ചർ ഈ വീഡിയോ കണ്ടു തന്നിട്ട് ഒരു സ്കോളർ പറയുന്നത്, അള്ളാഹ് ഇസ് സോ മേഴ്സിഫുൾ ദാറ്റ് ചിലപ്പോ ഫിറഔൻ ഇത്രയും തെറ്റ് ചെയ്തിട്ട്
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് അഥവാ അള്ളാഹ് അത് ആക്സെപ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആ മണ്ണ് ഫിറഔന്റെ വായിൽ കുത്തി നിറക്കുന്ന പറഞ്ഞത്. ഇപ്പോഴും ഫിറഔന്റെ ബോഡി കണ്ടില്ല നിങ്ങള് ഈജിപ്ത് മ്യൂസിയത്തില്? ആ നിങ്ങൾ ഗൂഗിളിൽ പോയാൽ നോക്കി, ഇത് ഫുള്ള് കാണും യൂട്യൂബില്. ഫറോ എന്നാണ് ഇംഗ്ലീഷിൽ ഉണ്ടാവുക, ഫറോ. ഓക്കെ, ഫറോ ബോഡി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യും. ഓക്കെ, സോ ഇഫ് യു വാണ്ട് യു ക്യാൻ ചെക്ക്. അത് ആ മ്യൂസിയത്തില് ഫിറോവിന്റെ ബോഡി അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹു ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അത് കാണിക്കാൻ വേണ്ടിട്ട് ഐ വിൽ പ്രിസർവ് ദ ബോഡി. അപ്പൊ ആ ബോഡി ലോകം അവസാനിക്കുന്ന വരെ അള്ളാഹു പ്രിസർവ് ചെയ്തിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മിറാക്കിൾസ് എല്ലാം ഖുറാനിലുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് റിസൈറ്റൽ ഇസ് എ വേർഷിപ്പ്. അതായത് മിറാക്കുലസ് ഇൻ ഇറ്റ്സ് വേർഡ്സ് എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും അർത്ഥത്തിലും നബിമാരുടെ ചരിത്രത്തിലും എല്ലാത്തിലും മിറാക്കിൾസ് ഉണ്ട്. ഇറ്റ്സ് റിസൈറ്റൽ ഇസ് എ വേർഷിപ്പ്. എന്താണ് 4ാമത്തെ പോയിന്റ്? നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അത് ഒരു ഇബാദത്ത് പോലെയാണ്. യെസ്, ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? അത് ഒരു പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഇബാദത്ത് പോലെയാണ്. നിസ്കരിക്കുമ്പോഴും നോമ്പെടുക്കുന്ന ടൈമും നമുക്ക് കൂലി കിട്ടുന്നില്ലേ? അതേപോലെ ഖുറാനിലെ ഒരു ലെറ്റർ വായിക്കുമ്പോൾ വിവാദത്താണ്. അള്ളാന്റെ കലാമ് നമ്മൾ വായിക്കുന്നല്ലേ. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വർഷിപ്പ്. അത് 4ാമത്തെ പോയിന്റ്. 5ാമത്തെ പോയിന്റ് നോക്കോ, ട്രാൻസ്മിറ്റഡ് വയ തവാതുർ. എന്താ പറയുന്നത്? ട്രാൻസ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, റേഡിയോ ഓപ്പൺ ആക്കിയാൽ സിഗ്നൽ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ആവും അല്ലെ? റേഡിയോ നമുക്ക് കേൾക്കണമെങ്കിൽ സിഗ്നൽ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ആവുന്നുണ്ടോ, അതായത് എക്സ്ചേഞ്ച് ആവുന്നുണ്ടെന്ന് പറയുന്നില്ലേ? ആ ഒരു മീനിങ് ആണ് മനസ്സിലാക്കിയാൽ മതി. അപ്പോ ഹൗ ഇസ് ഇറ്റ് ട്രാൻസ്മിറ്റഡ്? തവാതുർ എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട് അറബിയിൽ. ദാറ്റ് മീൻസ് നബി അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച ഈ കലാം, അതായത് ഈ വേർഡ്സ്, PBUH മീൻസ് പീസ് ബി അപ്പോൺ ഹിം. പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നില്ലേ, അതിന് ഇംഗ്ലീഷ് ആണ് കേട്ടോ. PBUH എന്ന് പറഞ്ഞത് ഇറ്റ് ഇസ് എ ഇംഗ്ലീഷ് ടേം ഓഫ് പീസ് ബി അപ്പോൺ ഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാവരും പ്രോഫറ്റ് മുഹമ്മദിന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ. ഓക്കെ, അപ്പൊ ഈ തവാതുർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ എന്ന് പറയുന്ന പോലെ അള്ളാഹു സുബ്ഹാനഹു തആല സംസാരിച്ച ഈ വേർഡ്സ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പറഞ്ഞു കൊടുത്തു അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് പറഞ്ഞുതരാം. അള്ളാഹ് ജിബ്രീൽ അലൈഹിസ്സലാം വഴി ആർക്കാ എത്തിച്ചു കൊടുത്തത്? ഫസ്റ്റ് ഏത് പ്രവാചകനാണ്? മുഹമ്മദ്. പിന്നീട് മുഹമ്മദ്. പിന്നെ ജസ്റ്റ് ഇമാജിൻ, പ്രോഫറ്റ് മുഹമ്മദ് ഫസ്റ്റ് സഹാബാക്ക് പഠിപ്പിച്ചു കൊടുത്തു, സെക്കൻഡ് സഹാബാക്ക് പഠിപ്പിച്ചു കൊടുത്തു, എന്നിട്ട് അഗെയിൻ ഈ സഹാബ എന്താക്കുന്നു? വേറെ 2 സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കുന്നു, പിന്നെ തേർഡ് ആൻഡ് ഫോർത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ സെയിം വിത്തൗട്ട് എനി മിസ്റ്റേക്സ്. അതിന്റെ അർത്ഥത്തിൽ മാറ്റമില്ല, അതിന്റെ വേർഡ്സിൽ മാറ്റമില്ല, ഒന്നും ചേഞ്ച് ആക്കാണ്ട്. അപ്പോ അതെല്ലാം ആ ഒരു വേ നമുക്ക് ഇപ്പം വരെ 1400 ഇയേഴ്സ് മുമ്പ് ഉണ്ടായ ആ ഒരു കലാം ഇപ്പോഴും പ്രിസർവ്ഡ് ആണ്. ഇതിനാണ് തവാതുർ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. ഓക്കെ, തവാതുർ ഇറ്റ് ഇസ് എൻ അഗ്രിമെന്റ്. നമ്മൾ അഗ്രിമെന്റിൽ ഒപ്പലിടൂലേ, അതേപോലെ അതിൽ ചേഞ്ചസ് ഒന്നും അങ്ങനെ വരുത്തൂലല്ലോ ഒരു അഗ്രിമെന്റ് ആക്കിയാൽ. അതാന്ന് വിചാരിച്ചാൽ മതി. അഗ്രിമെന്റ്, ഇറ്റ് ഇസ് എ ഫോം ഓഫ് അഗ്രിമെന്റ് ഇൻ വിച്ച് the message is transmitted from Allah through Jibreel to the Prophet sallallahu alaihi wasallam. എന്നിട്ട് അത് through the Sahabas, again ഒരുപാട് സഹാബാസ്, പിന്നെ ഒരുപാട് ആൾക്കാർ, then which reached us, നമുക്ക് എത്തിയിട്ട് അല്ലെ? തവാത്തുർ ആണ്. Can you give any other example of തവാത്തുർ? ഇതേപോലെ നമുക്ക് അറിയുന്ന എന്തെങ്കിലും തവാത്തുർ ഉണ്ടോ ഖുർആൻ അല്ലാതെ? No, ma'am. There is. What about ABCD letters? നമുക്ക് അതിലൊരു കളവും ഇല്ല എന്നാ പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും, നിങ്ങൾ LKGന്ന് നിങ്ങൾ എന്താ പഠിക്കുക? ലെറ്റേഴ്സ്. we'll be learning letters and numbers. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ? Is there any change? No. അതായത് ഇത്രയും വർഷം, അത് ആരാണോ ഫസ്റ്റ് ഇംഗ്ലീഷ് കണ്ടുപിടിച്ചത് അയാള് മുതൽ ഇന്ന് വരെ നമ്മളെല്ലാരും LKGയിൽ ABCD പഠിക്കുന്നു. ചേഞ്ച് ഉണ്ടോ? അല്ലെ? നമ്മൾ ചിലപ്പോ ചില സ്കൂളില് ഫസ്റ്റും LKG ആൻഡ് UKGയിൽ ലെറ്റേഴ്സ് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷെ എന്തായാലും വീണോ LKG പോയാലും എന്തായാലും ABCD തന്നെ പഠിക്കാം. അപ്പൊ അതൊരു തവാത്തുർ ആണ്. ദാറ്റ് ഈസ് എൻ അഗ്രിമെന്റ്.
ഇത്രയും ജനറേഷൻസ് തമ്മിൽ ഇങ്ങനെ നമ്മുടെ അടുത്ത് വരെ ഇപ്പം വരെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ മക്കളും എല്ലാവരും ഈ ABCD തന്നെ ഫസ്റ്റ് പഠിക്കും. അപ്പൊ അതൊരു തവാത്തുർ. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയ വാട്ട് ഇസ് തവാത്തുർ? ഇനി ആരും ചോദിക്കാൻ പാടില്ല കേട്ടോ, ടീച്ചറെ തവാത്തുർ എന്താന്ന്? തവാത്തുർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അഗ്രിമെന്റ് ഇൻ വിച്ച് ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സ്, കുറച്ച് ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാർ അഗ്രി ചെയ്തൊരു കാര്യമാണ്. ഇവിടെ തവാത്തുർ ഖുറാനാണ്. ഓക്കെ, റിട്ടേൺ ഇൻ ദ മസാഹിഫ്. അടുത്ത പോയിന്റ്, റിട്ടേൺ ഇൻ ദ മസാഹിഫ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ എഴുതപ്പെട്ടത് ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഫസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൊണ്ടുവന്നപ്പോ അതായത് ഫുള്ളായിട്ട് എല്ലാം ഉണ്ടായ പകുതി ആയത്തുകളാണ് ഉണ്ടായത്. എന്നിട്ട് അവരെന്താക്കി, സഹാബാക്കളെല്ലാം കൂടിയിട്ട് അത് ഓരോരോ സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ലേ, ആ സാധനം അല്ലെങ്കിൽ ആ ഫ്രാഗ്മെന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതൊരു കല്ലാന്ന് വിചാരിച്ചോ, അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെ ഒരു ആയത്ത് എഴുതി വെച്ച്, അതൊരു മസാഹിഫ് ആണ്, സുഹൂഫ് എന്നാണ് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വലിയൊരു എല്ല്, ജസ്റ്റ് ഇമാജിൻ ഇത്രയും വലിയൊരു ബോൺ ഉണ്ട് എന്ന് വിചാരിച്ചു ഒരു ആനിമലിന്റെ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഒരു ആയത്ത് എഴുതി, അല്ലാഹു ലാ ഇലാഹ, ദിസ് ഇസ് എ സുഹൂഫ്. ഒന്നിന് സുഹൂഫ് എന്ന് പറയും, എല്ലാം കൂടിയിട്ട് മുസാഹിഫ് എന്ന് പറയും. മുസാഫ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? മുസാഫ് കൊണ്ടുപോകാന്നല്ല പറയൂലേ, അതന്നെയാണ് അതിന്റെ അർത്ഥം. അതന്നെയാണ് ഫ്രാഗ്മെന്റ്സ് എന്ന് പറയാം, പാച്ച്മെന്റ്സ്. ഓക്കെ, ഫ്രം ദ ബിഗിനിങ്, ലാസ്റ്റത്തെ പോയിന്റ് ഇതാണ്, ഫ്രം ദ ബിഗിനിങ് ഓഫ് സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹ തുടക്കം മുതൽ, അതായത് ഫാത്തിഹ ഫസ്റ്റത്തെ സൂറത്ത്, ടു ദ എൻഡ് ഓഫ് നാസ്. ലാസ്റ്റത്തെ സൂറത്ത് ഇതാണ് 114, ലാസ്റ്റ് സൂറ നാസ്. ഇതാണ് ഖുർആൻ. മനസ്സിലായ? അപ്പൊ ഖുർആനെ കുറിച്ച് ഫസ്റ്റ് ഇനി ആരെങ്കിലും ചോദിച്ചാല് യു ഹാവ് ടു സേ അറബിക് സ്പീച്ച് ഓഫ് അല്ലാഹ് revealed upon Prophet Muhammad sallallahu alaihi wasallam. It is miraculous in its words. Its recital is a worship transmitted via tawatur, written in the masahif from the beginning of Surah Al-Fatiha to the end of Surah Al-Nas. ഈ 6 പോയിന്റ്സ് നിങ്ങളെ ആൻസറിൽ ഉണ്ടെങ്കിൽ ഇത് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക 3 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ 6 പോയിന്റ് അല്ലേ, അപ്പൊ ഒരു പോയിന്റ് വിട്ടാൽ നിങ്ങൾക്ക് 1/2 മാർക്ക് പോകും. അപ്പൊ ഫസ്റ്റ് ഇപ്പൊ നിങ്ങൾ ഈ 2 ലൈനും എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടി, ഈ 2 ലൈനും എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടും, ഇത് രണ്ടും എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്, അങ്ങനെ 3 മാർക്കാണ് കിട്ടുക. അപ്പൊ ഖുർആൻ എന്താന്ന് അറിഞ്ഞിരിക്കണം, പഠിക്കൂലേ? സോ who will tell me ഓരോരോ പോയിന്റ്? ഫസ്റ്റ് ഇമാദ് പറഞ്ഞോ ഫസ്റ്റ് പോയിന്റ്. സ്പീച്ച് ഓഫ് അല്ലാഹ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് റംസാൻ. സെക്കൻഡ് പോയിന്റ് റിവീൽഡ് അപ്പോൺ ടീച്ചർ ഇത് ഗ്രൂപ്പിലിടോ? ഞാൻ നോട്ട്സിൽ ഇടും കേട്ടോ. ഫാത്തിമ ഫിദ തേർഡ് പോയിന്റ് miraculous in its words. Yes. ഷെസ ഉണ്ടോ? ഷെസ ഫോർത്ത് പോയിന്റ്. ഷെസ is there? ഫോർത്ത് പോയിന്റ് വായിച്ച. Its recital is a worship. It's a worship. Yes. Nuha, fifth point. It is transmitted via tawatur. Tawatur. Sixth point. Manha. Written in the masahif parchments. It is 7 points. Okay, 7 ആണ്. Yes, written in the masahif. എന്നിട്ട് ലാസ്റ്റ് ഹനാൻ വായിക്കി. From the beginning of Surah Al-Fatiha to the end of Al-Nas. An-Nas. Okay, അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് പഠിച്ചു ചെയ്തൂലേ? Yes. Okay, ഇത് അറബിക് ആണ്. അതിന്റെ തവാത്തുറിന്റെ ഡെഫിനിഷൻ നോക്ക്. ഇറ്റ് ഈസ് an agreement of a group of people on a matter in such a way that it is impossible. അതായത് എത്ര ആൾക്കാർ പറഞ്ഞാലും അതിൽ കളവുണ്ടാവില്ല. ഇത് കളത്തിലാന്ന് പറഞ്ഞാലും ഒരിക്കലും അത് കളവല്ല. അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടാണ് ഖുർആൻ. ഓക്കെ, ഇനി ഖുർആന്റെ മറ്റുള്ള നാമങ്ങൾ എന്തെല്ലാണ്? 4 പേരുണ്ട് ഖുർആന്റെ. ഓക്കെ, നമ്മൾ തജ്വീദിന്റെ കോഴ്സ് പഠിക്കുന്നല്ലേ, അപ്പൊ ഇതെല്ലാം നമ്മൾ അറിയണം. കിതാബ്. ഓക്കെ, ഫസ്റ്റ് നെയിം ഇസ് അൽ കിതാബ്. സെക്കൻഡ് വൺ ഇസ് സിക്ർ, അൽ ഫുർഖാൻ, അൽ തൻസീൽ. KDFT.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ കോഡ് പോലെ ആക്കിയിട്ട് പഠിച്ചോ. KDFT. ഓക്കെ, KD. കിതാബ്, ദിക്ർ, ഫുർഖാൻ, തൻസീൽ. Which are the names of the revelation എന്ന് പറയുന്നത്? What are the names of different names of the Quran ആണ്. ഓക്കെ, റെവലേഷൻ ഉദ്ദേശിക്കുന്നത് ഖുർആൻ ആണ് കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് തരാം. ഓക്കെ, സോ which are the four names of Quran? പറഞ്ഞ എല്ലാരും വായിച്ച. ഓക്കെ, ടീച്ചർ ചിലപ്പോ എല്ലാരും വിളിക്കൂല. ഓക്കെ, ഡോണ്ട് വറി, എന്നെ എന്താ വിളിക്കാത്തെന്ന് വിചാരിക്കണ്ട. പക്ഷെ നിങ്ങൾ ഓതുന്ന സമയത്ത് എല്ലാം ചോദിക്കും എല്ലാരോടും. ഓക്കെ, നെക്സ്റ്റ് ഖുറാനെ കുറിച്ചിട്ട് വേറെ എന്തെല്ലാന്ന് വിശേഷങ്ങൾ നമ്മളിപ്പോ പറയൂ, സവിശേഷത, പ്രത്യേകതകൾ എന്നൊക്കെ പറയൂലേ. നോക്കിക്കോ, കുറേ ഉണ്ട്. അതിൽ നിങ്ങൾ 2 3 പഠിച്ചാൽ മതി. നൂർ, ലൈറ്റാണ്. അത് ഹൃദയത്തില് നമുക്ക് വെളിച്ചം തരും, നമ്മുടെ മനസ്സിന്. ഹുദ, ഗൈഡൻസ്, നേർമാർഗം. ശരിയല്ലേ? നമ്മളിപ്പോ ഖുറാന്റെ അർത്ഥം നോക്കിക്കോ. അൽഹംദു, ജസ്റ്റ് ഫാത്തിഹ എടുത്ത് നോക്കിയാ. ആദ്യം ഇവിടെ ഫാത്തിഹന്റെ മീനിങ് അറിയാം? ഫാത്തിഹ കുറച്ച് നമ്മള് ഫാത്തിഹ ഓതുന്നല്ലേ എവറി ഡേ. നമ്മൾ എത്ര പ്രാവശ്യം ഓതുന്നുണ്ട്? 5 വക്തിലും. ടോട്ടൽ നമ്പർ ഓഫ് ഫാത്തിഹാസ് എവറി ഡേ 17 അല്ലെ? 17 പ്രാവശ്യം. 2 times in സുബ്ഹി, 4 times in ലോഹർ ആൻഡ് അസർ, then 3 times in മഗ്രിബ്, 4 times in ഇശ. അപ്പൊ എത്രയായി? ടോട്ടൽ 17. ഇത് വെറും ഫർള് നമസ്കാരമാണ് അല്ലെ? നമ്മളിപ്പോ സുബ്ഹിന്റെ സുന്നത്ത്, ലോഹറിന്റെ സുന്നത്ത്, ലോഹറിന്റെ ശേഷമുള്ള സുന്നത്ത്, അങ്ങനെല്ലാം ഓതുമ്പോ കുറെ ടൈം എടുക്കും. ബട്ട് എവറി ഡേ ഒരു മുസ്ലിം 17 പ്രാവശ്യം നിസ്കരിക്കുമ്പോൾ ഓതുന്നുണ്ട്. അപ്പൊ നമ്മൾ ആസ് എ മുസ്ലിം നമുക്ക് ഫാത്തിഹാന്റെ മീനിങ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മൾ എന്താ അതിൽ പറയുന്നത്? ഫാത്തിഹാന്റെ വേറൊരു പേരാണ് ഉമ്മുൽ കിതാബ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മദേഴ്സ് ഓഫ് ദ ബുക്ക്. ബിക്കോസ് ഫാത്തിഹ 7 ആയത്തേ ഉള്ളൂ, പക്ഷെ മീനിങ് കംപ്ലീറ്റ് ഖുറാന്റെ ഉള്ളടക്കാന്നാ പറയുന്നത്. ഓക്കെ, 114 സൂറത്തിന്റെയും ഉള്ളടക്കാണ് ഫാത്തിഹയിലുള്ളത്. ചെറിയ ചെറിയ ആയത്താണെങ്കിലും ഇറ്റ് കവേഴ്സ് ദ ഹോൾ പോർഷൻ. അതിന്റെ അർത്ഥം എന്താണ്? ഡോണ്ട് തിങ്ക് ദാറ്റ് മറ്റൊന്നും പഠിക്കണ്ടല്ലോ, അങ്ങനല്ല. ഏകദേശം ചെറിയ ചെറിയ കാര്യങ്ങൾ ഫാത്തിഹയിൽ പറയുന്നതാണെങ്കിലും അതിന്റെ ഡെപ്തിലാണ് നമ്മൾ മറ്റുള്ള സുഹൃത്തുക്കൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഉമ്മുൽ കിതാബ്. ഓക്കെ, ടുഡേ നസ്രീൻ ഈസ് ആബ്സെന്റ്. നസ്രീൻ? എല്ലാരും ഉണ്ട് അല്ലെ? കുറച്ചു കൂട്ടിൽ ഞാൻ വിളിച്ചിട്ടില്ല. ഓക്കെ, അപ്പോ ഖുർആന്റെ മീനിങ് ഫോർ എക്സാമ്പിൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിന്റെ അർത്ഥം എന്താ? അൽഹംദ്. നമ്മളെപ്പോഴും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദ് ഇങ്ങനെ ദിക്ർ ചൊല്ലുന്നില്ലേ? പ്രേസ് ഇസ് ടു അല്ലാഹ് എന്നല്ലേ പറയുന്നത്? അപ്പൊ നമ്മൾ അള്ളാഹുവിനെ പ്രേസ് ചെയ്യുന്നതാണ്. അപ്പൊ ഫാത്തിഹയിൽ 2 പാട്ടുണ്ട്. ഒന്ന് ദുആ ചെയ്യുന്ന പോലെ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അതായത് നീ നേരായ മാർഗത്തിൽ നമ്മളെ നയിക്കണേന്ന് പറയുന്നത്. നേരായ പാത അല്ലെ? വി നോ ഇപ്പൊ 2 വേസ് ഉണ്ട്. ഒരു വേയില് ഫുള്ളും മുള്ള, ഫുള്ളും നല്ലതാ. ഇവിടെ ഫുള്ള് മുള്ളുണ്ട് വെച്ചോ, കാട്. ബട്ട് നമ്മൾക്ക് ഇവിടെ ഭയങ്കര സ്മൂത്ത് ആണ്. ഓക്കെ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ദ റൈറ്റ് പാത്ത് ഇസ് വെരി സ്മൂത്ത്, ലെഫ്റ്റ് പാത്ത് ഹാസ് എ തോൺസ് ആൻഡ് ബുഷസ്. പക്ഷെ രണ്ടും എത്തിച്ചേരുന്നത് ഒരേ സ്ഥലത്തേക്കാണ്. അപ്പൊ നമ്മൾ ഏത് ചൂസ് ചെയ്യും? Which part will choose? Right, because അവിടെ മുള്ളൊന്നുമില്ല, നമുക്ക് ഈസി. അതേപോലെ തന്നെ അള്ളാഹ് നിങ്ങളോട് ഖുറാനിൽ പറയുന്നത് ഇൻടോക്സിക്കൻസ് ഹറാമാണ്. ഫോർ എക്സാമ്പിൾ, ഇൻടോക്സിക്കൻസ് ഹറാം എന്ന് പറഞ്ഞാൽ ഒറ്റ വേർഡായിരിക്കും, പക്ഷെ ആ ഇൻടോക്സിക്കൻസിൽ ഡ്രഗ്സ് വന്നു, കള്ള് വന്നു, സ്മോക്കിംഗ് വന്നു. അപ്പൊ ചില ആൾക്കാർ ഖുറാൻ എവിടെ മെൻഷൻ ചെയ്തിട്ട് സ്മോക്കിംഗ് ഹറാമാണ്? അങ്ങനല്ല. എവറി ഇൻടോക്സിക്കൻ ഇസ് ഹറാം എന്ന് നമുക്ക് ഹദീസിലെ ഖുറാനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് മോശപ്പെട്ട ഒരു കാര്യവും നല്ലതല്ല എന്ന് അതിന്റെ അർത്ഥം. അപ്പോ ഇറ്റ് ഇൻക്ലൂഡ്സ് ദീസ് ഡ്രഗ്സ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സ്മോക്കിംഗ്, ആൽക്കഹോൾ അല്ലെ? ചില ആൾക്കാർക്ക് പ്രശ്നമാണ്. അത്ര പ്രശ്നമൊന്നുമില്ല സ്മോക്കിംഗ് ചെയ്താല്. നിങ്ങൾ ലങ്സിനെ എഫക്ട് ചെയ്ത് ക്യാൻസർ ആവുന്ന സംഭവമല്ലത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് ഇല്ലേ, അള്ളാഹ് ആൻഡ് ഹിസ് മെസ്സഞ്ചർ, അതായത് അവരുടെ ഹദീസ് ഒന്നിലും നമുക്ക് ഹാംഫുൾ ആവുന്ന ഒരു കാര്യവും പറയുന്നില്ല ചെയ്യാൻ. അതറിയോ? നിങ്ങൾ ഭയങ്കര അതിശയാണ്.
നത്തിങ്. നിങ്ങൾ അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞത് നമ്മൾ നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും. നിങ്ങളുടെ ഉമ്മമാർക്ക് പറയുന്നില്ലേ, അല്ല മോനെ അങ്ങോട്ട് പോകല്ലേ, സ്പീഡിൽ ബൈക്ക് ഓടിക്കല്ലേ, ശ്രദ്ധിക്കണേ, തീന്റെ അടുത്ത് പോകല്ലേ, ഇങ്ങനെ പറയുന്നില്ലേ? അതേപോലെ തന്നെ നമുക്ക് കെയർ ടേക്കറാണ് നമ്മളെ ഉമ്മമാർ. അപ്പൊ ജസ്റ്റ് ഇമാജിൻ, അല്ല ഈ മൊത്തം 114 സൂറാസിൽ നമുക്ക് അങ്ങനെ പറഞ്ഞിരുന്നതാണ്. ഓരോ നബിമാർ ചരിത്രം പറഞ്ഞത്. എന്തിനാ നബിമാർ ചരിത്രം പറയുന്നത്? നമുക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട്. യെസ്, ഇങ്ങനെല്ലാം സംഭവിച്ചു, നമ്മൾ ആരും കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ വി ആർ ബിലീവിങ്. ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? ഹൗ മെനി പില്ലേഴ്സ് ഓഫ് ഫെയ്ത്ത് അത്? 6 പില്ലർ. 5 മറ്റേതാണ് നമ്മളെ ഇസ്ലാം കാര്യങ്ങളാണ്. 6 ആണ് പില്ലേഴ്സ് ഓഫ് ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഈമാൻ, നമ്മൾ വിശ്വസിക്കുന്നത്. ടു ബിലീവ് ഇൻ അള്ളാഹ്, അതാണ് ഫസ്റ്റത്തത്. To believe in Allah, to believe in His messengers, to believe in His books. To believe in എന്ന് പറയുമ്പോൾ ഏതെല്ലാം ബുക്സ് ആണ്? തൗറാത്ത്, ഇഞ്ചീല്, പിന്നെ പിന്നെന്താണ്? ദാവൂദ്, സബൂർ, പിന്നെ ഖുർആൻ. അപ്പൊ നമ്മൾ എല്ലാത്തിലും വിശ്വസിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇഞ്ചീൽ, യെസ്, ഈസാ നബിക്ക് കൊടുത്തത്. അപ്പൊ എല്ലാത്തിലും നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ വി ബിലീവ് ഇൻ ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ്. ചില മുസ്ലിംസ് പറയും ലോക അവസാനമൊന്നും ഇല്ലാന്ന്. അപ്പൊ നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ യു ആർ നോട്ട് എ മുസ്ലിം, റൈറ്റ്? നിങ്ങൾ ഡിസ്ബിലീഫ് ആയില്ലേ, അല്ലേ? ചില ആൾക്കാർ പറയുമ്പോൾ അള്ളാഹ് എങ്ങനെ ഉണ്ടായത് പറഞ്ഞതാ, അള്ളാഹു എങ്ങനെ ഉണ്ടായി? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോഴും ഷെയ്ത്താൻ തോന്നിക്കുന്നത്. മനസ്സിലായ? സോ ഈ ഈമാൻ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട്, ഈവൺ ഇഫ് യു ഡിഡ്ന്റ് സീ, അല്ലേ, നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത കാര്യമാണെങ്കിലും നമ്മൾ, അതാണ് മുസ്ലിംസിന്റെ. നമ്മൾ സൂറത്തുൽ ബഖറയിൽ 2-ാമത്തെ ആയത്ത് എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത. എന്താ പറയുന്നത്? കാണാത്തതിൽ വിശ്വസിക്കുകയും, അല്ലദീന, ദോസ് ഹു ബിലീവ് ഇൻ ദ അൺസീൻ. അൺസീൻ ആണ് ഇതല്ലോ, നമ്മൾ കണ്ടിട്ടില്ല ഡേ ഓഫ് ജഡ്ജ്മെന്റ്. നമ്മൾ അള്ളാനെ കണ്ടിട്ടില്ല, നമ്മൾ ജിന്നിനെ കണ്ടിട്ടില്ല, നമ്മള് നബിമാരുണ്ട്, പക്ഷെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. മനസ്സിലായ? അൺസീനിൽ കുറെ അർത്ഥങ്ങൾ വരുന്നുണ്ട് കേട്ടാ. സോ നമുക്ക് കാണാൻ പറ്റാത്ത കാരണം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതാണ് മുസ്ലിംസിന്റെ മെയിൻ ഫെയ്ത്തിന്റെ കാര്യം. ഓക്കെ, ഇതാണ് മുസ്ലിംസ് നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ അള്ളാഹ് ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഇസ് എ ഹുദ, ഗൈഡൻസ് ആണ് ഖുർആൻ. പിന്നെ ഷിഫ എന്താ? ഹീലിംഗ്. നിങ്ങളോട് പറയുന്നത് ഫാത്തിഹ ഓതു രാത്രി. എന്തിന്? നിങ്ങൾക്ക് എന്തെങ്കിലും മേല് വേദന എടുക്കുന്നോ, ഇഫ് യു ഹാവിങ് എ ഫീവർ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. ഹോസ്പിറ്റലിൽ പോകണ്ടെന്നല്ല കേട്ടോ പറയുന്നത്, യു ഹാവ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ. പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് തീരെ കഴിയുന്നില്ല, അപ്പൊ എന്താ പറയുന്നത്? ഫാത്തിഹ ഓതിട്ട് മേത്ത് ഊതുന്നു. ഓക്കെ, ഒരു ചരിത്രം ഉണ്ട്. എന്താണ്? ഒരു ഗോത്രത്തില് കുറച്ച് സഹാബാക്കൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? അവിടെയുള്ള മെയിൻ ആളുണ്ടാവൂലേ, ചീഫ്, ആ ചീഫിനെ ഒരു സ്കോർപ്പിയൻ കടിച്ചു. സ്കോർപ്പിയൻ എന്ന് പറഞ്ഞാൽ തേള്. ആ തേള് കടിച്ചപ്പോ നല്ലോണം വിഷമുള്ള സാധനമാണ്. അപ്പൊ അവർ ചോദിച്ച് ആരെങ്കിലും എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആർക്കെങ്കിലും അറിയാമെന്ന് ചോദിച്ചപ്പോ ഒരു സഹാബ എന്താക്കി? സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുത്തു. എന്നിട്ട് മന്ത്രിച്ചു കൊടുത്തിട്ട് അപ്പൊ ഫുൾ വിഷം ഇറങ്ങിപ്പോയി എന്നാ പറയുന്നത്. അത്രയും പവറാണ്. ഓതുന്ന ആളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓതുന്ന ആൾക്ക് ഭയങ്കര തക്കവ ഉണ്ടായിരിക്കും. തരും. ഓക്കെ, സോ ഇമാജിൻ, നമ്മൾ വെറുതെ ഇത് ശരിയൊന്നും ആവൂലപ്പാ എന്നിട്ട് വെറുതെ നമ്മൾ ഓതിയാല് അതിൽ എഫക്റ്റ് ഇല്ല. യു ഹാവ് ടു ഹാവ് ദ ബിലീഫ്, ആ ഫെയ്ത്ത് ഉണ്ടാവണം. യെസ്, എനിക്ക് ഫാത്തിഹ ഓതിയാൽ എന്റെ അസുഖം മാറും, ഞാൻ ദിക്ർ ചൊല്ലിയാൽ എനിക്ക് കൂലി കിട്ടും. നമുക്ക് ആ നീയത്തില്ലേ മനസ്സിൽ, അതുപോലെയാണ് നമ്മൾ കാര്യങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് പറഞ്ഞ ഫാത്തിഹ ഓതിട്ട് മേത്തൂതും, പക്ഷെ നിങ്ങൾക്ക് മനസ്സിൽ അതില്ല. നിങ്ങൾ ഈ ടീച്ചർ എന്താ പറയുന്നത് ചിലപ്പോ അങ്ങനെ ചിന്തിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ, അപ്പൊ നിങ്ങൾക്ക് അത് എഫക്റ്റ് ആവില്ല. ബട്ട് ഇഫ് യു തിങ്ക് ഇത് അള്ളാന്റെ കലാമാണ്, ഞാനത് ഓതിയാൽ എനിക്കത് എന്റെ വേദന മാറും, അങ്ങനെ ചിന്തിച്ചാൽ ഷുവർലി ഇത് പെട്ടെന്നുള്ള ഈ അസുഖം അതെല്ലാം മാറും. അതുകൊണ്ടാ പറയുന്നത് നിങ്ങൾ ഡെയിലി ഉറങ്ങുന്നതിന് മുമ്പ് ഫാത്തിഹ ഓത്. പിന്നെ പറയുന്നത് കണ്ണേറ്, ജിന്ന്, ഇങ്ങനെയുള്ള സംഭവം. ഒരു മിനിറ്റ് മോനെ, ഇങ്ങനെയുള്ള സംഭവത്തിന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി ഏതെല്ലാം 3 സൂറത്ത് ഓതണ്ടേ? ഈവിളായി ഫാത്തിഹ, നാസ്, ഫലക്. പിന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, 3 കുല്ലിന്റെ സൂറത്ത്. there is a story in which ഒരു പഴയ വീട്ടില്
ഒരാള് താമസിക്കാൻ പോയി. ഓക്കെ, പക്ഷെ അവിടെ ആരും പോവില്ല, ബിക്കോസ് ഭയങ്കര പേടിയാവും അവിടെ. വലിയൊരു ജിന്നുണ്ട് പോലും അവിടെ, ഇഫ്രീത്ത് അതിന്. അതായത് ജിന്ന് തന്നെ പല ലെവൽസ് ഉണ്ട്, 7 ടൈപ്സ് ഓഫ് ജിന്നറ്റ് ഉണ്ട്. അത് ഏറ്റവും മുന്തിയതില്ലേ, ഏറ്റവും വെടുക്ക് അങ്ങനെ പറയൂലേ, മോശപ്പെട്ടത്, പേടിയാന്ന്, അതിന് ഇഫ്രീത്ത് എന്നാ പറയാ, ദ വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ഡെവിൾ. അപ്പൊ ആ ഡെവിൾ അവിടെ എല്ലാരും പേടിപ്പിച്ചിട്ട് പോകും. പക്ഷെ ഇയാള് നല്ല കൂളായിട്ട് പോയി കിടന്നുറങ്ങി. അന്ന് ആ ജിന്ന് ചത്തുപോയി, ഹി ഡൈഡ്. അതായത് ദാറ്റ് ഇഫ്രീത്ത് ഇല്ലേ, ഇഫ്രീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മോസ്റ്റ് വേഴ്സ്റ്റ് ഡെവിൾ, ദാറ്റ് ഇഫ്രീത്ത് പാസ്ഡ് അവേ, മരിച്ച്. അപ്പോ എന്താണ് സംഭവം, ഈ പേഴ്സണിലെ അയാൾക്ക് നല്ല തഖ്വന്ന്, അയാള് സൂറത്തുൽ ബക്കറയിലുള്ള ആയത്തുൽ കുർസിയാണ് ഓതിയത്. ഇത് ശരിക്കുള്ള സ്റ്റോറിയാണ് കേട്ടാ, നോട്ട് വെറുതെ പറയുന്നില്ല. അപ്പൊ ആയത്തുൽ കുർസിയും ഭയങ്കര പ്രൊട്ടക്ഷൻ ആണ്. ആയത്തുൽ കുർസി ഇവിടെ എല്ലാവർക്കും അറിയോ? Yes, miss. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആ ഒറ്റ ആയത്താണത്. അത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് പിന്നെ എല്ലാ നമസ്കാരത്തിന് ശേഷം ഓതിയാൽ നല്ലതാണ്. ഓക്കെ, അപ്പൊ അത് ഓതിയപ്പോ പേടിയായി ശൈത്താന്, മനസ്സിലായ, അത് ചത്ത്, അത് ഡൈ ആവും. ജിന്ന് നമ്മളെ പോലെ തന്നെ, കാണുന്നില്ല എന്നേ ഉള്ളൂ. ജിന്നിനെ പേടിക്കാനൊന്നും പാടില്ല, മനസ്സിലായ, നമ്മളെ പേടിയാണ് എല്ലാത്തിനും പ്രശ്നം. യു ഹാവ് ടു ബി സോ ബ്രേവ് ദാറ്റ് അള്ളാഹ് വിൽ പ്രൊട്ടക്ട് യു. എന്നിട്ട് നമ്മളെ മേത്ത് ഊത, നമ്മൾ ഇതിൽ പഠിപ്പിച്ചെന്ന കാര്യം. അപ്പൊ നത്തിങ് വിൽ ഹാം യു. ആ ഓക്കെ, സോ ഷിഫയാണത്, ഹീലിംഗ് ആണ് ഖുറാൻ. പിന്നെയുള്ള വേർഡ്സ് ആണ് റഹ്മ, മേഴ്സി, അല്ലെ, നമുക്ക് കാരുണ്യം ചൊരിയും. മുബാറക്, ബ്ലെസ്സിങ്സ് ആണ് ഖുറാൻ ഓതിയാല്. ബുഷ്ര, ഗുഡ് ടൈഡിങ്സ്, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ഗ്രന്ഥമാണത്. അസീസ്, മൈറ്റി. മൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹു അൽ അസീസ് ഉൽ ജബ്ബാർ എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ ഖുറാൻ ശരിക്കും അങ്ങനെയാണ്. ബഷീർ, ബ്രിങ്ങർ ഓഫ് ഗ്ലാഡ് ടൈഡിങ്സ്, നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഗ്രന്ഥം. നദീർ, വാണർ. വാണർ എന്ന് പറഞ്ഞാല് താക്കീത് നൽകുന്നത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്താൽ നരകത്തിലേക്ക് പോകും, നിങ്ങൾ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ശിക്ഷ കിട്ടും, അങ്ങനെയുള്ള കുറെ സൂറത്തിലുണ്ട് കേട്ടാ. കരീം, നോബിൾ. അഹ്സാനുൽ ഹദീസ്, എന്താണ്, ദ ബെസ്റ്റ് ഓഫ് ദ സ്പീച്ച്, ഏറ്റവും നല്ല സ്പീച്ച്. നിങ്ങളിപ്പോ എത്ര വലിയ മനുഷ്യന്മാരായാലും അള്ളാന്റെ സ്പീച്ച് പോലെ ആർക്കും പറ്റൂല. ഏത് ഇത്ര പഠിച്ച ഒരു വ്യക്തി, ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചർ, ഓക്കെ, നമ്മളെല്ലാം മിസ്റ്റേക്സ് അറിയാണ്ട് പറഞ്ഞു അല്ലെ, ബട്ട് അള്ളാന്റെ സ്പീച്ചിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. ദ ബെസ്റ്റ് ഓഫ് ദ സ്പീച്ച് അഹ്സാനുൽ ഹദീസ്. ദീസ് ആർ ദ ഖുർആനിക് ഡിസ്ക്രിപ്ഷൻസ്. ഓക്കെ, എന്തെല്ലാണ്, ക്യാൻ എവരി ഈച്ച് വൺ ഓഫ് യു റീഡ്. ടീച്ചർ വിളിക്കാത്ത ആരെയാണ്? ഹനിഫ വായിച്ച. നൂർ, ഇവിടുന്ന് വായിച്ചോ. നൂർ, ഹുദ, ഷിഫ. ഷിഫ. ഇനി അടുത്തത് ടീച്ചർ വിളിക്കാത്തത് നസ്രീൻ. നെക്സ്റ്റ് 3 വായിച്ചോ. റഹ്മാൻ, മുബാറക്, ബുഷ്ര. സ്വൽഹ വായിച്ചോ. നെക്സ്റ്റ് 2. അസീസ്, മാജിദ്, ബഷീർ. ബഷീർ. ഓക്കെ, ഇതെല്ലാം ഓരോ പേരാണല്ലേ, ഓരോരുത്തർക്കുള്ള പേജാണ്. ഹസീസ് ഉണ്ട്, മജീദ് ഉണ്ട്, ഷിഫ്, ഇതെല്ലാം മീനിങ്. പിന്നെ നെക്സ്റ്റ് ഹു ഐ ഡിഡ്ന്റ് കോൾ അറ്റ് ഓൾ. ടീച്ചർ തീരെ വിളിക്കാത്ത ആരേ? ഷിഫാൻ. ഷിഫാൻ വായിച്ചു. ഞാൻ ഇത് വായിച്ചു. നദീർ, നദീർ, കരീം, അഹ്സാനുൽ ഹദീദ്. ഓക്കെ, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 2 എണ്ണം പഠിക്കാൻ പറ്റുമോ എല്ലാവർക്കും? 2 എണ്ണം? യെസ്, 2 എണ്ണം മതി. ഓക്കെ, ഞാൻ എന്തായാലും നോട്ട്സ് ഫുള്ള് തരും, 2 എണ്ണം പഠിച്ചാൽ മതി. വാട്ട് എവർ യു ഫീൽ ഇറ്റ് ഇസ് ഈസി, അത് ഇതാക്കാം. സോ ഇതാണ് നമ്മൾ പഠിച്ച ഈ ഖുറാനെ കുറിച്ചിട്ട്. പിന്നെ റെവലേഷൻ ഓഫ് ദ ഖുറാൻ എന്ന് പറയുന്നത്, ഖുർആനിൽ ആദ്യം സൂറത്തുൽ അലക്ക്, ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖിലെ, അതിൽ തുടങ്ങിയിട്ട് ലാസ്റ്റ് സൂറത്തുൽ ബക്കറയിലാണ് വന്നിട്ടുള്ളത് എന്നാ പറയുന്നത്. പക്ഷെ നമുക്ക് ഓർഡറിൽ നോക്കുന്നതാണെങ്കിൽ സെക്കൻഡ് സൂറത്താണ് സൂറത്തുൽ ബക്കറ. അപ്പൊ അതാ പറയുന്നത്, നബിയുടെ കാലത്ത് എല്ലാം ഒറ്റടിക്ക് നമ്മൾ ഖുറാനിലുള്ള പോലെ അല്ല ഇറങ്ങിയിട്ടുള്ളത്, എല്ലാം ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആണ്. പിന്നീടാണ് അവർ ഓരോ ആയത്തും ഓരോ സൂറത്തും ഒരു ഓർഡറിൽ ചെയ്തിട്ടുള്ളത്, ഓതിയിട്ടുള്ളത്. ഓക്കെ, വാട്ട് ദേ ഡിഡ്. പിന്നെ പിന്നീട് ഫസ്റ്റ് ഡീസെന്റ് വാസ് ടു ലൗഹുൽ മഹ്ഫൂസ്. നമ്മൾ അതെല്ലാം പഠിക്കുന്നതിന് മുമ്പ് ഖുറാന് ഇറങ്ങിയത് എങ്ങനെയെന്നറിയോ? അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു ട്രഷർ ഉണ്ട് ആകാശത്തില്, അതായത് ഹെവനില്, ജന്നയില്. ഓക്കെ, അതിന്റെ പേരാണ് ലൗഹുൽ മഹ്ഫൂസ്.
the guarded tablet, the first descent, അതായത് ഫുൾ ഖുറാനും ഈ ലൗഹുൽ മഹ്ഫൂസിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നാ പറയുന്നത്. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പിലാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം കൊടുക്കുന്നതിന് മുമ്പ് ലോവസ്റ്റ് ഹെവൻ, അതായത് ബൈത്തുൽ ഇസ്സ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 7 ആകാശങ്ങൾ ഉണ്ട് കേട്ടോ മക്കളെ. ഓക്കെ, 7 ഹെവൻസ് ആണ് ആൻഡ് 8 ഗേറ്റ്സ് ഓഫ് ഹെൽ, അങ്ങനെ എന്തോ ആണ്. സോ ഈ ലാസ്റ്റത്തെ അതായത് ലോവസ്റ്റ് ഹെവന്റെ പേരാണ് ബൈത്തുൽ ഇസ്സ. അവിടെയാണ് രണ്ടാമത്തെ ഇറക്കം. ലാസ്റ്റ് തേർഡ് സ്റ്റെപ്പിലാണ് it was only the last 3 stages that the Quran was revealed to Muhammad sallallahu alaihi wasallam. Okay, അപ്പൊ 3 സ്റ്റേജിലാണ് ശരിക്കും ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ലൗഹുൽ മഹ്ഫൂസ്, ഒരു മിനിറ്റ് ക്ലാസ് എടുക്കുന്നേ, ലൗഹുൽ മഹ്ഫൂസ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇറ്റ് ഈസ് ടു ദ ബൈത്തുൽ ഇസ്സ, അതായത് ആകാശം. തേർഡ് സ്റ്റെപ്പ് ആണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്തിട്ടുള്ളത്. അപ്പൊ എത്ര വർഷമായിരുന്നു നബിക്ക് കിട്ടിയത്? How many years? 23. 23 കേട്ടാ. 23 വർഷത്തിന്റെ ഇടയിലാണ് ഫുൾ ഖുറാനും റിവീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. എന്താണ് സംഭവിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മുമ്പ് ഇങ്ങനെല്ലാം സംഭവിച്ചു. അപ്പൊ അതൊന്നും നിങ്ങൾക്ക് നോട്ട്സ് ഒന്നും ഉണ്ടാവില്ല, ഡോണ്ട് വറി. ഓക്കെ, ഇനി ഖുറാനെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. നമസ്കാരം ശരിയാവണമെങ്കിൽ ഖുറാന് മര്യാദയ്ക്ക് ഓതണം അല്ലെ? ഫാത്തിഹ ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവോ? No. Fatiha is Quran. So the prayer is only valid when a Muslim recites the prescribed chapters. അതായത് ഫാത്തിഹ എന്ന് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഫാത്തിഹ ഇല്ലെങ്കിൽ നിങ്ങൾ നിസ്കാരം ശരിയാവില്ല. സെക്കൻഡ് വൺ, the Quran will always be protected from change. ഞാൻ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഖുറാൻ ആരും നശിപ്പിക്കാൻ കഴിയില്ല. അള്ളാഹ് വിചാരിച്ചാൽ അത് നടക്കും. തേർഡ്, ഖുർആൻ is free from contradictions. അതായത് അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് ഫ്രീ ആണ്. Fourth, the Quran is easy to recite and memorize. മനസ്സിലായ? വായിക്കാനും പഠിക്കാനും എളുപ്പമാണ്. ഒരുപാട് രാജ്യങ്ങൾ, ഫ്രാൻസ്, പാരീസ്, റഷ്യ, യൂറോപ്പ്, പാകിസ്ഥാന്, ഈജിപ്ത്, ഇത്രയും സ്ഥലത്ത് വേറെ വേറെ ഭാഷയാണ്. പക്ഷെ നമുക്ക് അവിടെ എല്ലാവരും ഹാഫിസ് ആവുന്നില്ലേ? Isn't it? എല്ലാവരും പഠിക്കുന്നില്ല ഖുറാന്. ഖുറാനിൽ എല്ലാവർക്കും പഠിക്കാനും മനപ്പാടമാക്കാനും ഈസിയാണ്. ഫിഫ്ത് പോയിന്റ്, ദ ഖുറാൻ ഈസ് അള്ളാഹ്സ് എറ്റേണൽ മിറാക്കിൾ. അതൊരു മിറാക്കിൾ ആണ്. അതായിരിക്കും അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ ആർക്കും ഇനി എഴുതാനും വായിക്കാനും എഴുതാൻ പറ്റൂല. സിക്സ്ത് വൺ, പീസ്, സമാധാനം ഉണ്ടാവും. അത് വായിക്കുന്ന ആൾക്കാർക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ നിങ്ങൾ ഖുറാൻ കേൾക്കുക അല്ലെങ്കിൽ വായിക്കുക. ഡോണ്ട് ഗോ ടു മ്യൂസിക്. എന്ത് വിഷമം ഉണ്ടെങ്കിലും ഒരു 2-3 ലൈൻസ് ഖുറാൻ ഓതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അത്രയും മടിയുള്ളവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് ഖുറാൻ കേൾക്കുക. നിങ്ങൾക്ക് നല്ല സമാധാനമായിരിക്കും. 7, ഖുറാൻ ക്ലെൻസസ് ദ ഹാർട്ട് ഫ്രം ഇൽസ് ഓഫ് ഷിർക്ക്. അതായത് ഖുറാൻ വായിക്കുന്നവർക്ക് ഹൃദയം വൃത്തിയാകും. ഓക്കെ, നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവില്ല. 8 വൺ, ഖുറാനിൽ പറയുന്ന സ്റ്റോറീസ് സത്യമാണ്. സ്റ്റോറീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നബിമാരുടെ ചരിത്രമാണ്. നൂഹ് നബിന്റെ ഉണ്ട്, ആദം നബിന്റെ ഉണ്ട്, മൂസ നബിന്റെ ഉണ്ട്, ഇബ്രാഹിം നബിന്റെ ഉണ്ട്, ഈസാ നബിന്റെ ഉണ്ട്, ഇത്രയും കുറേ ഉണ്ട് കേട്ടിനാ. അപ്പൊ അതിലുള്ള സ്റ്റോറീസ് എല്ലാം സത്യമാണ്. ഓക്കെ, ലാസ്റ്റ് പോർഷൻ എന്തെല്ലാണ് നമ്മൾ ഖുറാൻ വായിക്കുമ്പോഴുള്ള, ഒരു മിനിറ്റ് നോക്കണേ. അപ്പൊ ഖുറാൻ വായിക്കുമ്പോഴുള്ള മാനേഴ്സ്. ഓക്കെ, നമുക്ക് അങ്ങനെ ഇങ്ങനെ ഓതാൻ പറ്റൂല. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഖിബിലൊക്കെ മുന്നിട്ട് ഇരുന്നാൽ നല്ലതാണ്, പക്ഷെ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇറ്റ് ഇസ് പോസിബിൾ, നല്ലതാണ്. സെക്കൻഡ് വൺ, മിസ്വാക്ക്. മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ എന്തെന്നാ? ബ്രഷിംഗ്. ബ്രഷിംഗ്. അതായത് നമ്മൾ എന്തെങ്കിലും ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശരിക്കും വായി കഴുകിയിട്ട് നമുക്ക് ഖുറാൻ ഓതാം. ഓക്കെ, പിന്നെ ടു ബി പ്യുവർ ഫ്രം റിച്വൽ ഇംപ്യൂരിറ്റി. ലൈക്ക് ഗേൾസിന് നമുക്കറിയാലോ മെൻസ്ട്രുവേഷൻ സംഭവിക്കും അല്ലെ? അപ്പോ ഖുറാന് മെമ്മറിന്ന് ഓതാൻ പറ്റും. മനസ്സിലായോ? നമ്മൾ പഠിച്ച കാര്യം നമുക്ക് ഓതാൻ പറ്റും. പക്ഷെ ഖുറാൻ എടുത്തിട്ട് ഓതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിക്കണം. ഓക്കെ, യു കനോട്ട് ടച്ച് ദ ഖുറാൻ. ബട്ട് ഓതുന്നതിന് പ്രശ്നമില്ല ശരിക്കും. അപ്പോ ഓതുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെമ്മറിന്ന് ഓതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, വെറുതെ ആ സമയം പോയിട്ട് ഖുറാൻ എടുത്ത് ഓതണ്ടെന്നാ പറയുന്നത്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഹിഫ്ള് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. ഫോണിൽ നോക്കി ഓതാൻ പറ്റുമോ? ഫോൺ നോക്കിയിട്ട് ഓതാൻ പറ്റും. ഖുറാൻ തൊട്ടിട്ട് ഓതണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ,
ഇപ്പൊ നമ്മൾ ഡെയിലി ഓതുന്ന സൂറത്തില്ലേ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർ മുടങ്ങാണ്ട് സൂറത്തുൽ മുൽക്ക് ഓതുന്നുണ്ടാവും, മുടങ്ങാതെ സൂറത്തുൽ യാസീൻ ഓതുന്നുണ്ടാവും, ഇസന്റ് ഇറ്റ് അല്ലേ നിങ്ങളുടെ ഉമ്മമാരല്ലോ. അപ്പൊ അതില്ലാണ്ട് നമുക്ക് പറ്റൂലല്ലോ, നമ്മൾ ഡെയിലി ഓതുന്നല്ലേ. അപ്പൊ ഗേൾസിന് ഈ മെൻസ്ട്രുവേഷൻ സൈക്കിള് 9 days ഉണ്ടാവും, 10 days ഉണ്ടാവും, ഇങ്ങനെല്ലാം സംഭവിക്കും. അപ്പൊ നമ്മൾ അത്രയും ടൈം ഖുറാന്റെ മുമ്പ് നിന്ന് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. സോ യു ക്യാൻ യൂസ് ദ ഫോൺ. പിന്നെ നമ്മളോട് പഠിക്കാൻ പറഞ്ഞു, ഇപ്പൊ മദ്രസയിൽ ഇത്രയും സുഹൃത്ത് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എനിക്ക് മെൻസസ് ആന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാണ്ടിക്കോ ഇല്ല. ഗോ ആൻഡ് ലുക്ക് ഇൻ ദ ഫോൺ, യു ക്യാൻ ലേൺ. മനസ്സിലായല്ലോ? ക്ലിയർ ആയാ എല്ലാവർക്കും? ഓക്കെ. ആ 4th one, ടു ബി ക്ലീൻ ബൈ വൺസ് ക്ലോത്ത് ആൻഡ് ബോഡി. വൃത്തിയുള്ള വസ്ത്രങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ബേബി ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടീച്ചറിന് ഇപ്പൊ ബേബി ഉണ്ട്, അപ്പൊ ചിലപ്പോ മൂത്രം അല്ലെങ്കിൽ അപ്പിയെല്ലാം ആവും അല്ലെ, ഇങ്ങനെ ചെറിയ ബേബി അല്ലേ. അപ്പൊ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ടീച്ചർ ഖുർആൻ ഓതാൻ പാടില്ല. ടീച്ചർ എന്താക്കും, ഡ്രസ്സ് മാറ്റിയിട്ട് ചെയ്യണം. നിങ്ങൾ ഇതില് ബ്ലഡ് ആയി അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാം. 5th one, ടു റിസൈറ്റ് വിത്ത് ഫിയർ. അതായത് നമുക്ക് മീനിങ് മനസ്സിലാക്കിയിട്ട് ഓതാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചിന്തിക്കാൻ വേണ്ടിട്ട്. 6th one, നല്ല ഉണർവുള്ള ഹൃദയത്തോട് കൂടി ഓതാൻ. അതായത് ഉറക്കം തൂങ്ങുന്ന സമയത്ത് ഖുർആൻ ഓതണ്ട, തെറ്റിപ്പോകും. പിന്നെ 7th one, ഇറ്റ് വിൽ ബി പ്രിഫറബിൾ ടു ക്രൈ. അതായത് ചില ഇമാമാർ ഓതുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടത്തോട് കരയും. അത് അവർക്ക് മീനിങ് അറിയുന്നത് കൊണ്ടാണ്. അപ്പൊ നല്ലതാണെന്നാ പറയുന്നത്. നിങ്ങൾ അർത്ഥം നോക്കിയിട്ട് നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് ആലോചിച്ചിട്ട് കരയുമ്പോൾ നമുക്ക് ഭയങ്കര നല്ല കൂലി കിട്ടും. 8th one, ടു റിസൈറ്റ് വിത്ത് എ ബ്യൂട്ടിഫുൾ വോയിസ്. അതായത് നല്ല സൗണ്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വോയിസിൽ ഓതാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഖുറാന്റെ ഇൻട്രൊഡക്ഷൻ. എല്ലാവർക്കും ക്ലിയർ ആയാ? ക്ലിയർ ആയി. ക്ലിയർ ആയല്ലോ അല്ലേ? ക്ലിയർ ആയി. ഓക്കെ. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഇതെല്ലാം നിങ്ങളെ പുതിയ അറിവുകളാണോ അല്ലെങ്കിൽ കുറച്ച് അറിയുന്നുണ്ടായിരുന്നു ഇതെല്ലാം കുറച്ച് കാര്യങ്ങൾ? ആ അപ്പൊ ഇൻഷാല്ലാ ഫുള്ള് നോട്ട്സും വേണ്ട, കുറച്ച് ആവശ്യമുള്ള മാത്രം ടീച്ചർ തരും. ഓക്കെ, നാളെ മൺഡേ മുതൽ നിങ്ങൾ എല്ലാവരും നോട്ട്സ് കംപ്ലീറ്റ് ആക്കണേ മക്കളെ. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ്. പിന്നെ മൺഡേയിൽ നമുക്ക് തജ്വീദ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ലെസൺ 10 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഡിയേഴ്സ്? ഓക്കെ. ബോറടിച്ചാ? നാളെ ക്ലാസ് ഉണ്ടാ? ഇല്ല നാളെ ക്ലാസ് ഇല്ല. സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ല കേട്ടാ. ഓക്കെ, സാറ്റർഡേ സൺഡേ എൻജോയ്. നാളെ ഫ്രൈഡേ. ആ നാളെ ഫ്രൈഡേ അല്ലേ പറഞ്ഞ പോലെ? യെസ്, നാളെ ക്ലാസ് ഉണ്ട് മോനെ. ഫ്രൈഡേ ക്ലാസ് ഉണ്ട് കേട്ടോ. സാറ്റർഡേ സൺഡേ ആണ് ക്ലാസ് ഇല്ലാത്തത്. ഞാൻ പെട്ടെന്ന് ഇന്ന് ഫ്രൈഡേ എന്ന് വിചാരിച്ചു. ചോദിക്കട്ടെ, ആ മറ്റെന്ത് പനി അങ്ങനെ പിടിച്ചാല് എന്ത് ഇങ്ങനെ എന്തോ ഇങ്ങനെ ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ച് ഊതാൻ പറയുന്നില്ല വീടില്. അപ്പൊ പിന്നെ കുറച്ചുള്ള സ്റ്റോറി ഞാൻ കേട്ടിട്ടില്ല. അതാണ് നമ്മള് സഹാബാക്കൾ ഒരു ദിവസം ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ചീഫിന് സ്കോർപ്പിയൻ ബൈറ്റ് ആയി. മനസ്സിലായ? ഒരു തേള് കടിച്ചു. അപ്പൊ അവിടെയുള്ള ആള് പറയും നമ്മളെ ചീഫിനെ ഒരു സ്കോർപ്പിയൻ കടിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ നബിക്ക് അറിവുള്ള ഒരു സഹാബ ഉണ്ടായിരുന്നു. അദ്ദേഹം പോയിട്ട് ഫാത്തിഹ ഓതും. അങ്ങനെ ഫുള്ളും ഷിഫായി, ഫുള്ളും അതിന്റെ ഹീലായി കഴിഞ്ഞ ശേഷം അവരെന്താക്കും, ഞാൻ ഈ ബാക്കി സ്റ്റോറി പറഞ്ഞിട്ടില്ല, അവരെന്താക്കും, ആ ചീഫ് എന്താക്കും, അവർക്ക് എത്രയോ ഷീപ്പ് കൊടുക്കും. ഓക്കെ, പ്രസന്റ് ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് എത്രയോ ഷീപ്പ് കൊടുക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് തിരിച്ച് ഈ സഹാബ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും ഇതെന്താണ്, ഇന്ന് ഇത്രയും കുറെ ഷീപ്പ് എന്ന്. അപ്പം പറയും ഇങ്ങനെ സംഭവം ഉണ്ടായിന്, ഞാന് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചിട്ട് ഊതി കൊടുത്തുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും യെസ് യു ഡിഡ് ദ റൈറ്റ് തിങ്, നിങ്ങൾ ശരിയായ കാര്യമാണ് ചെയ്തത്. ആ ഷീപ്പിന്റെ ഉള്ളിൽ നിന്ന് എനിക്കും ഒരു ഷീപ്പ് താങ്ങും. അതായത് ഞാൻ റെഡിയാണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ, ബിക്കോസ് അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അയാളെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതായിരുന്നു പറഞ്ഞത് ഇമാദ്. മനസ്സിലായ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ, പെട്ടെന്ന് തലവേദനയോ അങ്ങനെ എന്തുണ്ടെങ്കിൽ ഇത് നല്ല വിശ്വാസത്തോടു കൂടി ഓതാൻ ടീച്ചർ പറയും. മരുന്ന് കഴിക്കണം, പ്ലസ് യു ക്യാൻ ഓൾസോ റിസൈറ്റ് ദിസ്. ഓക്കെ ഡിയേഴ്സ്, സോ വിൽ സ്റ്റോപ്പ് ഓവർ ഹിയർ. ഓക്കെ ഡിയേഴ്സ്, ശരി മക്കളെ. എന്നാല് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.